വാസ്തുശാസ്ത്രത്തിന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വിവിധ തരം ഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒരു വീടിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വസ്തു കണ്ടെത്തി വീട് വയ്ക്കുവാനുള്ള സ്ഥാനവും നിർണയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുക എന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതും സാമ്പത്തിക പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതുമായിരിക്കണം ഭവനം. അതുകൊണ്ട് ഒരു ശില്പശാസ്ത്ര വിദഗ്ധനെയോ എഞ്ചിനീയറെയോ ഇക്കാര്യം ഏൽപ്പിക്കും മുമ്പ് നമ്മുടെ ഭവനം സംബന്ധിച്ച് നമുക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ടാകണം. കുടുംബാംഗങ്ങൾക്ക് സ്വതന്ത്രമായി പെരുമാറുന്നതിനും എന്നാൽ കിടപ്പുമുറികളിൽ സ്വകാര്യത ഉറപ്പുവരുത്തുന്നത് രീതിയിലുമായിരിക്കണം റൂമുകൾ രൂപകൽപ്പന ചെയ്യേണ്ടത്. ഗൃഹനിർമ്മാണ ചെലവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മൊത്തം വിസ്തീർണം പരമാവധി കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. കെട്ടിടത്തിന് പ്ലാൻ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുക്കുക എന്നാണ്. ഇത്തരം ആവശ്യങ്ങൾ മുൻകൂട്ടിക്കൊണ്ട് ഭാവിയിൽ കൂടുതൽ മുറികൾ ഭംഗിയായി കൂട്ടിച്ചേർക്കുവാൻ സൗകര്യം നൽകിക്കൊണ്ട് വേണം പ്ലാൻ തയ്യാറാക്കുവാൻ. അടിസ്ഥാനം, ഭിത്തി, കോൺക്രീറ്റ്, ഉരുക്കെടുപ്പികൾ, പണിക്കൂലി, അസംസ്കൃത സാധനങ്ങളുടെ വില തുടങ്ങിയവ പ്രത്യേകം വിലയിരുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കണം. സാധനങ്ങളുടെ ഗുണനിലവാരം പ്രത്യേകവും ഉറപ്പുവരുത്തേണ്ടതാണ്. താമസത്തിന് ഏതൊക്കെ തരത്തിലുള്ള ഭവനങ്ങളാണ് വാസ്തുശാസ്ത്രം വിധിച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ താമസിക്കുന്നതിന് 9 തരത്തിലുള്ള ശാലഗ്രഹങ്ങളാണ് വാസ്തുശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. തെക്കിനി, പടിഞ്ഞാറ്, വടക്കിനി, കിഴക്കിനി എന്നിങ്ങനെ 4 ദിക്കുഗ്രഹങ്ങളും ഇവയുടെ കോണുകളിലുള്ള 4 വിദിക്ക് ഗ്രഹങ്ങളും ഇവയുടെ സ്ഥിതി, അളവ്, ഭേദം എന്നിവ കൊണ്ട് 1. ശുദ്ധ ഭിന്നശാല എന്നാൽ എന്താണെന്ന് നോക്കിയാൽ 4 ദിഗ്ഗ്രഹങ്ങൾ വീതമായി പണിയുന്നതാണ് ശുദ്ധ ഭിന്നശാല. ഇവയ്ക്ക് വിദിക്ക് ഗ്രഹങ്ങൾ ഉണ്ടാകില്ല. ഇതിന്റെ തെക്കിനിക്ക് സിംഹയോനി, പടിഞ്ഞാറ്റിരിക്ക് വിഷഭയോനി, വടക്കിനിക്ക് ഗജയോനി, കിഴക്കിനിക്ക് ധ്വജയോനി അളവുകൾ വേണം. പാതുകൾ കൂടിച്ചേരാതെ വേർതിരിഞ്ഞ് നിൽക്കേണ്ടതുണ്ട്. അങ്കണം ധ്വജയോനിയിൽ വേണം നിർമ്മിക്കുവാൻ. അങ്കണത്തിന്റെ മധ്യത്തിൽ നിന്നും അതാത് വിധിച്ചിട്ടുള്ള ഗമനത്തോടുകൂടിയാണ് 4 ഗ്രഹങ്ങളും പണിയേണ്ടത്. ശുദ്ധ ഭിന്നശാലയിൽ തെക്കിനെയോ പടിഞ്ഞാറ്റിനെയോ രണ്ടും കൂടിയോ ചേർന്ന മറ്റ് ഗ്രഹങ്ങളോ അപേക്ഷിച്ചിട്ട് പ്രത്യക്ഷപ്പെട്ടതായിരിക്കണം. പ്രധാന ഗ്രഹത്തേക്കാൾ വിസ്താരം കുറഞ്ഞതായിരിക്കണം മറ്റു 3 ഗ്രഹങ്ങൾ. ശുദ്ധ ഭിന്നശാല ബ്രാഹ്മണർക്കാണ് ഉത്തമം. ശിഷ്ട ഭിന്നശാല എപ്രകാരമായിരിക്കണം? ശിഷ്ട ഭിന്നശാലാഷ്ടയിൽ 4 ഗ്രഹങ്ങളും 4 വിധി ഗ്രഹങ്ങളും ഉണ്ടാകും. ഇതിന് വിധിക്ക് ഗ്രഹങ്ങളുടെ 2 വശത്തും അന്തരാളം കെട്ടിത്തിരക്കണം. ഈശാനുകോണിലുള്ള വിധിഗ്രഹത്തിന്റെ ധ്വജയോനിയും അഗ്നികോണിലെ വിധിക്ക് ഗ്രഹത്തിന് സിംഹയോനിയും നിര്യതികോണിലെ വിധിക്ക് ഗ്രഹത്തിന് വൃഷഭയോനിയും വായുകോണിലെ വിധിക്ക് ഗ്രഹത്തിന് ഗജയോനിയും നൽകണം. ദിക്ക് ഗ്രഹങ്ങളുടെ നേടിയ ഉത്തരങ്ങളും വിധിക്ക് ഗ്രഹങ്ങളുടെ ഉത്തരങ്ങളും ഒന്നായി സന്ധി ചെയ്തോ വെക്കരുത്. ഞാനീ പറഞ്ഞതിൽ വൃഷഭ എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. വൃക്ഷയോനി എന്നാണ് ശരിയായത്, ക്ഷമിക്കണം. ശിഷ്ട ഭിന്നശാല എന്നാൽ എന്താണ്? 4 ദിക്ക് ഗ്രഹങ്ങളും 2 വിധിക്ക് ഗ്രഹങ്ങളും ചേർന്നതാണ് ശിഷ്ട ഭിന്നശാല. ശിഷ്ട ഭിന്നശാല ഏവർക്കും അനുയോജ്യമാണെന്നാണ് വാസ്തുവിധി. കോൺഗ്രഹങ്ങൾ വരേണ്ടത് ഈശാന്യമേറിയ കോണുകളിലാണ്. ദിഗ്ഗ്രഹങ്ങൾ തെക്കിനെയും പടിഞ്ഞാറ്റിനെയും തമ്മിലും വടക്കിനെയും കിഴക്കിനെയും തമ്മിലും ബന്ധുക്കളാണ്. ആയതിനാൽ തെക്കിനിയുടെയും പടിഞ്ഞാറ്റിനിയുടെയും മധ്യേ വരുന്ന നിര്യതി കോണിലെ വിധിക്ക് ഗ്രഹവും വടക്കിനിയുടെയും കിഴക്കിനിയുടെയും ഇടയിലുള്ള ഈശാനു കോണിലെ വിധിക്ക് ഗ്രഹവും തമ്മിലാണ് കൂട്ടിച്ചേർക്കേണ്ടത്. സമ്മിശ്ര ഭിന്നശാല എപ്രകാരമായിരിക്കണം? സമ്മിശ്ര ഭിന്നശാലയ്ക്ക് 4 ദിക്ക് ഗ്രഹങ്ങളിലും 4 വിധിക്ക് ഗ്രഹങ്ങളിലും ഉണ്ടായിരിക്കണം. അങ്കണോത്തരം, വരോരുത്തരം, അങ്കണത്തെയും പുറത്തെയും പാദക്കുറിപ്പുകൾ ഇവയുടെ ചുറ്റളവ് ധ്വജയോനിയിലായിരിക്കണം. വിധിക്ക് ഗ്രഹങ്ങളുടെ ഉത്തരത്തിന്റെ അകത്തെ ചുറ്റും ധ്വജയോനിയിൽ തീർക്കേണ്ടതാണ്. മിശ്രഭിന്ന ചതുർശാല എപ്രകാരമായിരിക്കണം? മിശ്രഭിന്ന ചതുർശാലയിൽ 4 ദിഗ്ഗ്രഹങ്ങളാണ്. ഇതിന്റെ അങ്കണത്തോരത്തിന്റെയും വാരോത്തരത്തിന്റെയും ചുറ്റളവുകൾ ധ്വജയോനയിലായിരിക്കണം. വിധിഗ്രഹങ്ങളുടെ ഉള്ളിൽ ഉത്തരങ്ങൾ ആവശ്യമില്ല. വിധിക്ക് ഗ്രഹങ്ങളും അവയ്ക്ക് ഇരുപുറമുള്ള അന്തരാളങ്ങളും ഒന്നായി കിടന്നാൽ മതി. എന്നാൽ അങ്കണോത്തരങ്ങളിലും വാരോരുത്തരങ്ങളിലും 4 കോണുകളിലും കോണുകളിലും കവരിച്ച് സന്ധിക്കേണ്ടതുണ്ട്. മിശ്രക ചതുശാലയുടെ നിർമ്മിതി എപ്രകാരമാണ്? മിശ്രക ചതുശാല പ്രധാനമായും ക്ഷത്രിയർക്കാണ് വിധിച്ചിട്ടുള്ളത്. മിശ്രക ചതുശാലയിൽ 4 ദിഗ്ഗ്രഹങ്ങളാണുള്ളത്. അങ്കണോത്തര ചുറ്റ്, വാരോത്തര ചുറ്റ്, അങ്കണ പാതക ചുറ്റ്, പുറത്ത് പാതക ചുറ്റ്, വിധിക്ക് ഗ്രഹങ്ങളുടെ അകത്തെ ചുറ്റ് എന്നിവ ധ്വജയോനിയിൽ വേണം തീർക്കുവാൻ. ദിക്ക് ഗ്രഹങ്ങൾ അതായത് വിധിച്ചിട്ടുള്ള യോനിയും ഗമനവും വേണം. ദിഗ്ഗ്രഹങ്ങളും വിധിഗ്രഹങ്ങളായാലും അന്തരാളങ്ങൾ കൊണ്ട് വേർതിരിക്കണം. മധ്യപ്രരുദ്ധം എപ്രകാരമാണ്? മധ്യപ്രരുദ്ധത്തിൽ 4 ദിഗ്ഗ്രഹങ്ങളാണ് ഉണ്ടാവുക.
ചതുശാലകളുടെ എല്ലാ ഉത്തരങ്ങളുടെയും വിസ്താരത്തിന്റെ മധ്യത്തിൽ അളന്ന് കണക്കെടുക്കുന്നതാണ് മധ്യപ്രരുദ്ധം. ഇതിന്റെ വാരോരുത്തരങ്ങളെ 4 മൂലകളിലും കവരിച്ച് ചേർക്കണം. അങ്കണോരുത്തരങ്ങളും 4 മൂലകളും ചേർക്കാവുന്നതാണ്. ദിഗ്രഹങ്ങൾക്ക് അതാത് യോനിയും ഗമനവും നൽകി 10 ഇട്ട് തിരിക്കണം. ക്ഷത്രിയ ചതുശാലയുടെ നിർമ്മിതി എപ്രകാരമാണ്. ഇത് ക്ഷത്രിയർക്ക് മാത്രം വിധിച്ചിട്ടുള്ള ശാല ആയതിനാൽ മറ്റു വർണ്ണക്കാർക്ക് നിഷിദ്ധമാണ്. ക്ഷത്രിയ ചതുശാലയിൽ 4 ദിഗ്രഹങ്ങളാണുള്ളത്. ദിഗ്രഹങ്ങളുടെയും വിധിഗ്രഹങ്ങളുടെയും അകത്തെ ചുറ്റ്, അകത്തും പുറത്തുമുള്ള ഉത്തരങ്ങൾ, പാതുകങ്ങൾ എന്നിവയുടെ ചുറ്റ് തുടങ്ങിയവ ദ്വിജയോനിയിൽ വേണം തീർക്കുവാൻ. ദിഗ്രഹങ്ങൾ ഗമനം ആവശ്യമില്ല. അങ്കണം സമചതുരമായിരിക്കണം. ഗ്രഹമധ്യവും അങ്കണമധ്യവും ധുരമധ്യവും ഒരേ സമയത്താണ് വരേണ്ടത്. ദ്വിശാലാഗ്രഹങ്ങൾ എത്ര വിധമുണ്ട്? ഏതെല്ലാം? ദ്വിശാലാഗ്രഹങ്ങൾ 6 രീതിയിലാണ് ഉള്ളത്. സിദ്ധാർത്ഥം, ദണ്ഡം, വാദം, യമശൂഷം, ചുല്ലി, കായം എന്നിവ. ദ്വിശാലഗ്രഹങ്ങളുടെ പ്രത്യേകതകളും ഗുണദോഷങ്ങളും എന്തൊക്കെയാണ്? അതായത് സിദ്ധാർത്ഥത്തിന്റെ നോക്കാം. പടിഞ്ഞാറ്റിനെയും കിഴക്കിനെയും മാത്രമുള്ള ദ്വിശല ഗ്രഹമാണ് സിദ്ധാർത്ഥം. ഇത് താമസക്കാർക്ക് ധാരാളം എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത് നൽകും. അടുത്തത് ദണ്ഡം. വടക്കിനെയും കിഴക്കിനെയും മാത്രമുള്ള ദ്വിശാല ഗ്രഹമാണ് ദണ്ഡം. ഇത് താമസക്കാർക്ക് ദണ്ഡവധത്തെ നൽകും. വാദം. കിഴക്കിനെയും തെക്കിനെയും മാത്രമുള്ള ദ്വിശഗ്രഹമാണ് വാദം. ഇത് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നതാണ്. വടക്കിനെയും പടിഞ്ഞാറ്റിനെയും മാത്രമുള്ള ദുശ്ശല ഗ്രഹമാണ് യമശോഷൻ. ഇത് ഗ്രഹാധിപന് നാശമുണ്ടാക്കും. ചുല്ലി. ചുല്ലിക്ക് കിഴക്കിനെയും പടിഞ്ഞാറ്റിനെയും മാത്രമാണുള്ളത്. ധനനാശത്തെ ഉണ്ടാക്കുന്നതാണ് ഈ ഗ്രഹം. കായം നോക്കിയാൽ തെക്കിനെയും വടക്കിനെയും മാത്രമേ ഉള്ളൂ. ഭയം, ബന്ധുവിരോധം, കലഹം എന്നിവയാണ് കായഗ്രഹത്തിൽ താമസിച്ചാലുള്ള ഫലം. കുലദേവത ഗ്രഹത്തിന്റെ നിർമ്മാണം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിന്റെ ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് കുലദേവതാഗ്രഹം എന്ന് അറിയാമല്ലോ. ഈശോ കോണിലും അഗ്നികോണിലും കിഴക്ക് പടിഞ്ഞാറും പ്രതിഷ്ഠിച്ച് ദേവാതിർഗ്രഹം ഉണ്ടാക്കണം. ഈ ദേവതാഗ്രഹം ഈശ്വരൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ എന്നിവരുടെ പാദങ്ങളിൽ ധ്വജയോനിയും നിര്യതീകോണിലും പടിഞ്ഞാറ് വായുകോണും വടക്ക് എന്നീ ദിക്കുകളിലുമാണെങ്കിൽ വൃക്ഷഭയ യോനിയിലും വേണം നിർമ്മിക്കേണ്ടത്. കുലദേവതാഗ്രഹങ്ങൾ എത്ര വിധമുണ്ടെന്ന് ചോദിച്ചാൽ 2 വിധമാണുള്ളത്. നിരംഗം, സാംഗം. സാളഗ്രാമം, ബാണശിവലിംഗം എന്നിവ വെച്ചു പൂജിക്കുന്നവയാണ് നിരംഗം. ബലിവട്ടത്തോടുകൂടി വെച്ചു പൂജിക്കുന്നവയാണ് സാംഗം. കുലദേവതാഗ്രഹം ഗ്രഹത്തിന് അഭിമുഖമായിട്ടാണ് നിർമ്മിക്കേണ്ടത്. ഇനി ത്രിശാല ഗ്രഹങ്ങൾ എത്ര വിധമുണ്ടെന്ന് നോക്കിയാൽ 4 വിധമാണുള്ളത്. ഹിരണ്യഗർഭം, സുക്ഷേത്രം, ശൂലം, പക്ഷഘനം. ത്രിശാല ഗ്രഹങ്ങളുടെ പ്രത്യേകതകളും ഗുണദോഷങ്ങളും നോക്കാം. ആദ്യം ഹിരണ്യഗർഭം. തെക്കിനെയും പടിഞ്ഞാറ്റിനെയും കിഴക്കിനെയും 3 ദിക്ക് ഗ്രഹങ്ങളിലുള്ളതാണ്. അതെല്ലാം കൂടെ ചേർന്നതാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഇതിൽ താമസിക്കുന്നത് ശുഭകരമാണ്. സുക്ഷേത്രം നോക്കിയാൽ തെക്കിനെയും പടിഞ്ഞാറ്റിനെയും വടക്കിനെയും ഉൾപ്പെട്ട 3 ദിഗ്ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇതും താമസിക്കുവാൻ ഐശ്വര്യപൂർണമായ സ്ഥലമാണ്. ശൂലം നോക്കിയാൽ കിഴക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി എന്നീ 3 ദിഗ്രഹങ്ങൾ ഉള്ളതാണ് ശൂലം. ഇത് താമസത്തിന് യോജിച്ചതല്ല. പക്ഷഘനം എന്ന് നോക്കിയാൽ കിഴക്കിനി, വടക്കിനി, തെക്കിനി എന്ന് 3 ദിഗ്രഹങ്ങളും ചേർന്നതാണ് പക്ഷഘനം. ഇതും അശുഭകരമാണ്. ഇതിൽ താമസിച്ചാൽ പുത്രനാശവും ശത്രുദോഷവുമാണ് ഫലം. പടിപ്പുരയുടെ നിർമ്മാണ വിധി എപ്രകാരമാണെന്ന് നോക്കിയാൽ പുഷ്പദന്തൻ, ഹലാടൻ, ഇന്ദ്രൻ, ഗ്രക്ഷതൻ എന്നിവരുടെ പദങ്ങളാണ് പടിപ്പുരങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. ഈ സ്ഥാനങ്ങളിൽ ഉയരം കൂടുതൽ ഉള്ളിടത്താണ് പടിപ്പുര പണിയേണ്ടത്. പടിപ്പുരയ്ക്ക് അങ്കണമധ്യത്തിൽ നിന്ന് മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ യഥാക്രമം 4, 5, 6, 7 ഖണ്ഡുകൾ അകലമുണ്ടായിരിക്കണം. തൊഴുത്തിന്റെ നിർമ്മാണവിധി ഇനി നോക്കിയാൽ കന്നുകാലികൾക്ക് കിഴക്കും പടിഞ്ഞാറും ദിക്കുകൾ തൊഴുത്തിന് നല്ലതാണ്. വിദതൻ, പുഷാവ്, പർജന്യൻ, ജയന്തൻ, ഇന്ദ്രൻ, വരുണൻ, പുഷ്പന്തൻ, ദ്വാരപാലൻ, ഭംഗൻ, ശോഷൻ എന്നീ 10 ദേവതാ സ്ഥാനങ്ങൾ തൊഴുത്തിന് ഉത്തമമാണ്. തൊഴുത്തിൽ വസ്തുവിന്റെ ശൂലങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വൃഷഭയോനിയാണ് തൊഴുത്തിന് ഉത്തമം. സിംഹയോനി ഒരിക്കലും സ്വീകരിക്കരുത്. കളപ്പുരയുടെ വാസ്തുശാസ്ത്ര നിർമ്മാണം നോക്കിയാൽ വാസ്തുവിധി പ്രകാരം കളപ്പുര ഗ്രഹത്തിന്റെ തെക്കേ ദിക്കിലും ധാന്യഗ്രഹം നിര്യതീകോണിലുമാണ് നിർമ്മിക്കേണ്ടത്. കൂടാതെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലും ചിങ്ങം, വൃശ്ചികം, തുലാം, കർക്കിടകം ഈ രാശികളിലും നിർമ്മിക്കാവുന്നതാണ്. വിധിപ്രകാരമുള്ള അടുക്കള ഏത് ഭാഗത്താണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ അടുക്കള മേട, ഇടവ എന്നീ രാശികളിലോ അഗ്നികോൺ, വായുകോൺ എന്നിവിടങ്ങളിലോ പർജന്യന്റെ പാദത്തിലോ വേണം നിർമ്മിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലം വരുണപദത്തിലോ മകരം രാശിയിലോ ഉണ്ടാകണം. ഇനി മഹാരാജ ഗ്രഹങ്ങളുടെ പ്രകാരക്രമം എപ്രകാരമാണെന്ന് നോക്കാം. ഉത്തമമായ 1ാമത്തെ പ്രകാരം 108 കോൽ പ്ലസ് 27 കോൽ, അതായത് 135 കോൽ. മധ്യമമായ 2ാമത്തെ പ്രകാരം 125 കോലും, മധ്യമമായ 3ാമത്തെ പ്രകാരം 115 കോലും,
അധമമായ 4ത്തെ പ്രകാരം 105 കോലും അധമാധമായ 5ാമത്തെ പ്രകാരം 95 കോലുമാണ്. ഇവിടെ വീതിയും 4/1 അളവ് കൂടിയതാണ് നീളം. ഉത്തമാദിയോ ഓരോ പ്രകാരം ഗ്രഹത്തിനും വീതി ക്രമേണ 8 കോൽ വീതിയും നീളവും 10 കോൽ വീതിയും കുറയുന്നു. രാജഗ്രഹങ്ങളുടെ പ്രകാരക്രമം ഇപ്രകാരമാണ്. ഉത്തമമായ ഗ്രഹം 103 കോൽ, മധ്യമോത്തമ ഗ്രഹം 94 കോൽ, മധ്യമഗ്രഹം 85 കോൽ, അധമഗ്രഹം 76 കോൽ. അധമഗ്രഹം 76 കോലാണെന്ന് പറഞ്ഞല്ലോ. നീളത്തിന് വീതിയേക്കാൾ 11, 10, 9, 8, 7 എന്നീ ക്രമത്തിൽ കോലളവുകൾ കൂടുതൽ ലഭിക്കുന്നു. വീതി ഉത്തമത്തിൽ നിന്ന് യഥാക്രമം 8 കോൽ ഓരോ പ്രകാരത്തിലും കുറയുന്നു. നീളത്തിനാകട്ടെ 9 കോൽ വീതമാണ് കുറയുന്നത്. സേനാനായക ഗ്രഹപ്രകാരം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഉത്തമമായ ഗ്രഹം 74 കോലും 16 അങ്കുലവും, മധ്യമോത്തമ ഗ്രഹം 67 കോലും 16 അങ്കുലവും, മധ്യമഗ്രഹം 60 കോലും 16 അങ്കുലവും, അധമഗ്രഹം 63 കോലും 16 അങ്കുലവും, അധമാമഗ്രഹം 46 കോലും 16 അങ്കുലവും. ഇവിടെ വീതി 6 കോൽ വീതവും നീളം 7 കോൽ വീതവും കുറയുന്നു. വീതിയുടെ 1/6 വീതം കൂടുതലാണ് നീളം. സജീവ ഗ്രഹപ്രകാരം എപ്രകാരമാണ്? ഉത്തമഗ്രഹം 67 കോലും 12 അങ്കുലവും, മധ്യമോത്തമഗ്രഹം 63 കോലും അങ്കുലവും, മധ്യമഗ്രഹം 58 കോലും 12 അങ്കുലവും, അധമഗ്രഹം 54 കോലും അങ്കുലവും, അധമാധമാധഗ്രഹം 12 അങ്കുലവും 49 കോലും. വീതി യഥാക്രമം 4 കോലും നീളം 4 കോൽ 12 അങ്കുലവും കുറയുന്നു. വീതിയുടെ അര കൂട്ടിയാൽ നീളമാകുന്നു. രാജമഹിഷി പ്രകാരം എപ്രകാരമാണ്? ഉത്തമമായ ഗ്രഹവും 18 അങ്കുലവും, അതായത് 33 കോലും 18 അങ്കുലവും, മധ്യമോത്തമ ഗ്രഹം 31 കോലും 12 അങ്കുലവും, മധ്യമഗ്രഹം 29 കോലും 6 അങ്കുലവും, അധമഗ്രഹം 27 കോലും അങ്കുലവും, അധമാധമഗ്രഹം 24 കോലും 18 അങ്കുലവും. സജീവ ഗ്രഹത്തിന്റെ പകുതിയിൽ അളവാണ് രാജമഹിഷി ഗ്രഹത്തിനുള്ളത്. വീതിയുടെ 1/8 കൂട്ടിയാൽ നീളം കിട്ടും. വീതി 2 കോൽ വീതവും നീളം 2 കോൽ 6 അങ്കുലവും വീതവും കുറയുന്നു. ഇനി യുവരാജഗ്രഹവും പ്രകാരം നോക്കിയാൽ ഉത്തമമായ ഗ്രഹം 106 കോലും 16 അങ്കുലവും, മധ്യമോത്തമ ഗ്രഹം 98 കോലും 14 അങ്കുലവും, മധ്യമഗ്രഹം 90 കോലും 16 അങ്കുലവും, അധമഗ്രഹം 82 കോലും 16 അങ്കുലവും, അധമാധകർമ്മഗ്രഹം 74 കോലും 16 അങ്കുലവും. വീതി 1/3 കൂട്ടിയാൽ നീളമാകുന്നു. ഉത്തമാദിപ്രകാരം വീതി യഥാക്രമം 6 കോല് നീളവും 8 കോലും കുറയുന്നു. യുവരാജ ജന്മഗ്രഹം എപ്രകാരമുള്ളതെന്ന് നോക്കിയാൽ 1 53 അരക്കോൽ, 2 49 അര 2 കോലും, മധ്യമഗ്രഹമാകട്ടെ 45 അരക്കോലും, അധമഗ്രഹവും 41 അരക്കോലും, അധമാധമഗ്രഹവും 37 അരക്കോലും. സാമന്തഗ്രഹം പ്രകാരം എപ്രകാരമാണെന്ന് നോക്കിയാൽ മഹാരാജഗ്രഹത്തിനും സജീവഗ്രഹത്തിനും തമ്മിലുള്ള അന്തരമാണ് സാമാന്തരന്മാരുടെയും ശ്രേഷ്ഠ രാജപുരുഷന്മാരുടെയും ഗ്രഹങ്ങളുടെയും പരിണാമം. ഇനിയിപ്പം വേശ്യാഗ്രഹം എപ്രകാരമാണെന്ന് നോക്കിയാൽ ഉത്തമമായ ഗ്രഹം 26 കോൽ 28 1/3 കോൽ, മധ്യമമാണെങ്കിൽ 26 കോൽ, മധ്യമോത്തമമാണെങ്കിൽ 26 കോലും 26.1/3 കോലും. ഇനി കർമാധ്യക്ഷ പ്രേക്ഷ ഗ്രഹപ്രകാരമുള്ളത് എപ്രകാരമാണെന്ന് നോക്കിയാൽ യുവരാജഗ്രഹത്തിൻ്റെയും സജീവ ഗ്രഹപരിമാണത്തിൻ്റെയും അന്തരമാണ് കർമാധ്യക്ഷ പ്രേക്ഷ ഗ്രഹങ്ങളുടെ പരിണാമം. ബ്രാഹ്മണ ദിഗ്രഹ പ്രകാരക്രമം എങ്ങനെയാണെന്ന് നോക്കിയാൽ ബ്രാഹ്മണന് ഉത്തമാദിയായ 5 പ്രകാരം ഗ്രഹങ്ങളും, ക്ഷത്രിയന് മധ്യോത്തമാദിയായ 4 പ്രകാരം ഗ്രഹങ്ങളും, വൈശ്യന് മധ്യവാദിയായ 3 പ്രകാരം ഗ്രഹങ്ങളും, ശൂദ്രന് അധമാദിയായ 2 പ്രകാരം ഗ്രഹങ്ങളും, അത്യഞ്ജന അധമാതമായ 1 പ്രകാരം ഗ്രഹവും വിധിക്കപ്പെട്ടിരിക്കും. കോശഗ്രഹം രതിപ്രകാരക്രമം എങ്ങനെയാണെന്ന് നോക്കിയാൽ രാജഗ്രഹത്തിന്റെയും സേനാനായക ഗ്രഹത്തിന്റെയും അന്തരമാണ് കോശഗ്രഹത്തിന്റെയും രതിഗ്രഹത്തിന്റെയും പരിണാമം. രാജപുരുഷ പ്രകാരക്രമം ഇപ്രകാരമാണെന്ന് നോക്കിയാൽ സേനാനായകന്റെ ബ്രഹ്മണാദി 5 ജാതിക്കാരും ഗ്രഹങ്ങളുടെ അന്തരമാണ് രാജപുരുഷന്മാരുടെ ഗ്രഹപരിണാമം. അവിടെ രാജപുരുഷന്റെ ബ്രഹ്മണാദി പഞ്ചവർണ്ണ ഭേദമുണ്ട്. സേനാനായക ഗ്രഹപരിണാമം ബ്രഹ്മണാദി പഞ്ചവർണ്ണങ്ങളുടെ ഗ്രഹപരിണാമമാണ് രാജപുരുഷ ഗ്രഹപരിണാമം. സംഘരാജാതി പ്രകാരക്രമം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ പാരാശരൻ, ക്ഷൂരകൻ മുതലായവ സങ്കരജാതിക്കാരുടെ ഗ്രഹനിർമ്മാണത്തിന് അവരുടെ ഭിന്നജാതിക്കാരായ മാതാപിതാക്കളുടെ വർണ്ണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 2 കണക്കുകളും ഒന്നിച്ചുകൂട്ടി ആർജിച്ചത് അവരുടെ ഗ്രഹങ്ങളുടെ അളവായിരിക്കും. എല്ലാവർക്കും അവരുടെ ഗ്രഹത്തിന്റെ അളവ് കാണിക്കൽ കൂടിയോ കുറഞ്ഞോ വരുന്നത് അശുഭകരമായിരിക്കും.
ഗോശാല പ്രകാരക്രമം എപ്രകാരമാണെന്ന് നോക്കിയാൽ ഗോശാല, സന്യാസമഠം, നെൽപുര, ശാസ്ത്രഗ്രഹം, അഗ്നിജാലയം, ക്രീഡാഗ്രഹം എന്നിവയുടെ അളവ് ഇഷ്ടാനുസരണമാകാം. എന്നാൽ ഒരു ഗ്രഹവും 100 കോലിലധികം ഉയർത്തിവെക്കരുത്. ബ്രഹ്മണാദി പഞ്ചവർണ്ണ ഗ്രഹങ്ങളും വീതിയും നീളവും, ശാലകളുടെ പുറത്തെണ്ണകളും വീതിയും ബ്രഹ്മണാദി 5 ജാതിക്കാരുടെ അകത്തണത്തിൻ്റെയും പുറത്തെണ്ണയുടെയും ഗ്രഹപ്രകാരവും ആയിരിക്കണം. സോഷ്ണീഷാദി വീതി പ്രകാരമുള്ളത് എപ്രകാരമാണെന്ന് നോക്കിയാൽ ഉത്തമാദി ഗ്രഹങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ശാലകളുടെ വീതിയുടെ 1/3 അംശത്തിന്റെ തുല്യമായ വീതികൾ ഗ്രഹത്തിന് പുറത്ത് കൽപ്പിക്കപ്പെടുന്നത് ഭൂമി വീതി എന്നു പേർ. ഈ വീതി ഗ്രഹത്തിന്റെ പൂർവ്വ ദിക്കിലാണെങ്കിൽ സായാശ്രമം എന്നിടും, വടക്ക് ദിക്കിലാണെങ്കിലും തെക്ക് ദിക്കിലോ ആയാൽ സാവാഷ്ടമം എന്ന പേരുകളിലും അറിയുന്നു. ഗ്രഹത്തിന്റെ 4 വശത്തും ഇപ്രകാരം വീതികൾ ഉണ്ടായാൽ അതിന് സുസ്ഥിതം എന്ന് പേർ. ഉത്തമാദി ഗ്രഹങ്ങളുടെ പൊക്കത്തിന്റെ അളവ് എത്രയാണെന്ന് നോക്കിയാൽ ഗ്രഹത്തിന്റെ വീതിയിൽ അതിന്റെ 16 അംശവും 4 മൂരും കൂടെ കൂട്ടിയാൽ ഉത്തമ ഗ്രഹത്തിന്റെ പൊക്കമായിരിക്കും. മറ്റ് 4 പ്രകാരമുള്ള ഗ്രഹങ്ങൾക്കും വീതിയിലും അതിന്റെ 12 ഭാഗം കുറച്ചാൽ ലഭിക്കുന്നതാണ് പൊക്കം. ഭിത്തി വിസ്താര അളവ് എത്ര? എല്ലാ ഗ്രഹങ്ങൾക്കും വീതിയുടെ 1/16 ഭിത്തിയുടെ വീതിയായിരിക്കും. ഇത് ചാട്ടിടുകയോ ഇഷ്ടികയോ കൊണ്ട് ഉണ്ടാക്കുന്ന ഗ്രഹത്തിൻ്റെതായിരിക്കും. ഭിത്തി മരം കൊണ്ടോ മറ്റുള്ളതാണെങ്കിൽ ഭിത്തി പരിണാമത്തിന് ഈ നിറമില്ല. ഇഷ്ടാനുസരണം കടക്കുപയോഗിക്കാം. ദ്വാരാവിഷ്കമ്പത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ രാജഗ്രഹത്തിന്റെ വിസ്താരം 70 കോടി. 11 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നത് പ്രധാന ദ്വരത്തിന്റെ വീതിയായിരിക്കും. വീതിക്ക് തുല്യമായ അളവാണ് ഉയരത്തിനുള്ളത്. ദ്വാരവിസ്താരത്തിന്റെ പകുതി അളവാണ് വിഷ്കമ്പത്തിനുള്ളത്. രാജഗ്രഹ വിസ്താര അളവ് എത്രയാണെന്ന് നോക്കിയാൽ രാജഗ്രഹ ദ്വാരവിസ്താരം, രാജഗ്രഹ വിഷ്കംഭര വിസ്താരം ഒന്നാമത്തെ പ്രകാരം 92 കോൽ + 70, അതായത് 162 ഭാഗം 11 = 14. ഇനി സേനാനായക ഗ്രഹവിസ്താരം നോക്കിയാൽ സേനാനായക ഗ്രഹദ്വര വിസ്താര സേനനായക വൃക്ഷക വിസ്താരത്തിന് നോക്കുമ്പോഴും 12 കോലും 4/2/11 അങ്കുല ഭാഗവും കാണാം. വാതിലിന്റെ വീതിയും പൊക്കവും എത്ര വേണമെന്ന് ചോദിച്ചാൽ ഗ്രഹവിസ്താരത്തിൽ 50 കോൽ 18 അങ്കുലം കൂട്ടി 11 കൊണ്ട് ഹരിച്ചു കിട്ടുന്നത് വാതിലിന്റെ വീതിയായിരിക്കും. വീതിയുടെ ഇരട്ടിയാണ് വാതിലിന്റെ പൊക്കം. വിഷ്കമ്പത്തിന്റെ വീതിയും പൊക്കവും എത്ര വേണമെന്ന് ചോദിച്ചാൽ വാതിലിന്റെ പൊക്കത്തിന്റെ 8/1 ഭാഗമാണ് വിഷ്കമ്പത്തിന്റെ പൊക്കം. വാതിലിന്റെ പൊക്കം എത്ര കോണാണോ അത്ര അശുഭമായിരിക്കണം വിഷ്കമ്പത്തിന്റെ വീതി. വിഷ്കമ്പത്തിന്റെ 2 ശാഖകളിലും ഇത് തന്നെയാണ് അളവ്. സ്തംഭത്തിന്റെ അളവ് എത്രയാകണമെന്ന് ചോദിച്ചാൽ ഗ്രഹത്തിന്റെ ഉയരത്തെ 4 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് 1/10 കുറച്ച് ശേഷിക്കുന്ന സ്തംഭത്തിന്റെ പൊക്കമായിരിക്കും. വിവിധ രൂപത്തിലുള്ള സ്തംഭങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ രൂചകം, വജ്രം, ദ്വിവജ്രം, പ്രലീനകം, വൃത്തം എന്നിങ്ങനെ 5 പ്രകാരം സ്തംഭങ്ങളുണ്ട്. രൂചകം 4 കോണുള്ള സ്തംഭവും വജ്രം 8 കോണുള്ള സ്തംഭവും ദ്വിവജ്രം 16 കോണുള്ള സ്തംഭവുമായിരിക്കും. അതുകൂടാതെ പ്രലീനകം 32 കോണുകളുള്ള സ്തംഭവും വൃത്തം കോണുകളില്ലാത്ത വൃത്താകാരമായതുമാണ്. സ്തംഭത്തിന് എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ സ്തംഭമൂലത്തിൽ വരുന്ന 9ാമത്തെ ഭാഗം വാഹനം, 8ാമത്തെ ഭാഗം കടകം, 7ാമത്തെ ഭാഗം പത്മം, 6ാമത്തെ ഭാഗം ഉത്തരോഷ്ടം, 5ാമത്തെ ഭാഗം ഭാരതുല, 4ാമത്തെ ഭാഗം തുല, 3ാമത്തെ ഭാഗം ഉപതുല, 2ാമത്തെ ഭാഗം അപ്രതിവിധം, 1ാമത്തെ ഭാഗം അളിനന്ദം. ഓരോന്നിൻ്റെയും അളവ് 4/1 വീതം കുറച്ച് കണക്കാക്കണം. ഗ്രഹങ്ങളുടെ വിവിധ സ്വരൂപങ്ങൾ ഏവയെന്ന് ചോദിച്ചാൽ സർവോത്തഭദ്രം, നന്ദ്യാവർത്തം, വർദ്ധമാനം, സ്വസ്തികം, രൂചകം എന്നിങ്ങനെ 5 രൂപത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. സർവോത്തഭദ്ര ഗ്രഹം എന്ന് പറഞ്ഞാൽ 4 പുറം മുമ്പേ പറഞ്ഞ പ്രകാരത്തിലുള്ള വാതിലുകളും വാഹനാദികളോടും കൂടിയ സ്തംഭങ്ങളും ഉണ്ടായിരിക്കുന്നത് ഗ്രഹമാണ് സർവോത്രഭദ്രം. നന്ദ്യാവാർത്തഗ്രഹം എന്ന് പറഞ്ഞാൽ ദിഗ്ഗ്രഹങ്ങളുടെ 4 പുറത്തുമുള്ള ഉത്തരങ്ങൾ ക്രമേണ നടുമുറ്റത്തിന് പ്രദക്ഷിണമായി നീട്ടി കോൺഗ്രഹങ്ങളിൽ സന്ധി ചെയ്താൽ അതിന് നന്ദ്യാവർത്തം. വർദ്ധമാനഗ്രഹം പുറന്തെണ്ണങ്ങൾ നടുമുറ്റത്തിന് പ്രദക്ഷിണമായി ദ്വാരത്തിന്റെ താഴ്ഭാഗം വരെ സന്ധിപ്പിക്കുന്ന ഗ്രഹം ശുഭവും വർത്തമാനവുമാണ്. ഈ ഗ്രഹത്തിൽ തെക്കുവശത്ത് വാതിലുണ്ടായിരിക്കുകയില്ല. സ്വസ്തിക ഗ്രഹം എന്നാൽ തെക്കു പടിഞ്ഞാറ് അവസാനം വരെയും 2 പുറംതിണ്ണകൾ ഉണ്ടായിരിക്കുകയും അവയുടെ ശേഷസീമ വൃതമായിരിക്കുകയും ചെയ്താൽ ആ ഗ്രഹത്തിന് സ്വസ്തികം എന്ന് പറയുന്നു. രുചഗ്രഹം എന്നാൽ കിഴക്കും പടിഞ്ഞാറും 2 പുറംതിണ്ണകൾ അവസാനം വരെ ഉണ്ടായിരിക്കും. ശേഷമുള്ള 2 കിഴക്ക് പടിഞ്ഞാറൻ ദിക്കുകളിലെ പുറംതിണ്ണകൾ വരെ എത്തുകയും ചെയ്താൽ ആ ഗ്രഹത്തിന് രുചകം എന്ന് പേർ. ഇതിന് വടക്കുവശത്ത് വാതിൽ ഉത്തമമല്ല. മറ്റു 3 വാതിലുകളും ശുഭകരമാണ്. ഇതിൽ നന്ദ്യാവർത്തനം, വർദ്ധമാനകം എന്നീ 2 പ്രകാരം ഗ്രഹങ്ങളും എല്ലാവർക്കും ശോഭനങ്ങളാണ്. സ്വസ്തികവും രൂചകവും മധ്യഫലങ്ങളാകുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഭവനശിലാ സ്ഥാപനം തുടരും.